പൗരസ്ത്യ സഭ ഇന്ന് വിശുദ്ധ ഗീവർഗീസ് പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് കേരള സഭയിൽ, നമ്മുടെ വിശ്വാസം വിദേശത്തു നിന്നും വന്നപ്പോൾ കാലം മുതൽ വണങ്ങപ്പെട്ട പ്രധാനപ്പെട്ട വിശുദ്ധനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് പുണ്യവാൻ. നമ്മുടെ കുർബാനയുടെ സമാപന പ്രാർത്ഥനകളിൽ, കൂദാശകളുടെ സമാപന പ്രാർത്ഥനകളിലും വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും എന്നെഴുതി ചേർക്കുമായിരുന്നു. പരിശുദ്ധ മാതാവിനോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും ഒക്കെ അവരുടെ സ്ഥാനം കഴിഞ്ഞ് ഉടനെ കൊടുക്കുന്ന ഏറ്റവും പ്രധാന സ്ഥാനമായിരുന്നു വിശുദ്ധ ഗീവർഗീസ് പുണ്യവാനുള്ള സ്ഥാനം. അതുകൊണ്ടാണ് നമ്മുടെ സുറിയാനി നസ്രാണി സഭയിൽ പൗരാണിക ദേവാലയങ്ങളെല്ലാം, ഒത്തിരിയേറെ ദേവാലയങ്ങൾ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാന് പ്രതിഷ്ഠിതമായിരുന്നു. എന്നാൽ ഈ പുണ്യവാനെ പറ്റി വ്യാപകമായൊരു തെറ്റിദ്ധാരണ കഴിഞ്ഞ കാലങ്ങളിൽ പ്രചരിക്കാനായിട്ടിടയായി. പലരും പറഞ്ഞു, കത്തോലിക്കാ സഭ പുണ്യവാന്മാരെ ലിസ്റ്റിൽ നിന്നും മാറ്റി ഡീകാനനൈസ് ചെയ്തു. അദ്ദേഹത്തെ അതിൽ നിന്നും മാറ്റി. ഇപ്പോൾ അദ്ദേഹം ഒരു പുണ്യവാനല്ല എന്ന നിലയിൽ പ്രചരണമുണ്ടായി. എന്താണ് അതിൻ്റെ പുറകിലുള്ള സത്യം? പോളാറാമൻ മാർപ്പാപ്പയുടെ കാലത്ത്, രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന് ശേഷം നമ്മുടെ സഭയിലുണ്ടായിരുന്ന എല്ലാ വിശുദ്ധരെയും പറ്റി കിട്ടാവുന്ന തെളിവുകളും എല്ലാം ശേഖരിച്ച് ആധികാരികമായ രേഖകളുടെ പിൻബലത്തിൽ വിശുദ്ധരെ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ലത്തീൻ സഭയിൽ, റോമൻ സഭയുടെ കലണ്ടറിൽ ചില വിശുദ്ധർ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് യൂണിവേഴ്സലായിട്ട് ലോകം മുഴുവൻ പ്രാധാന്യമുള്ള രീതിയിൽ അറിയപ്പെടേണ്ട വിശുദ്ധരുടെ ഗണത്തിൽ നിന്ന് മാറ്റി. ഉദാഹരണത്തിന്, നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒരു പുണ്യവതി മാത്രമേ നിർബന്ധിതമായും കുർബാനിൽ അനുസ്മരിക്കപ്പെടണമെന്ന് ആ ലിസ്റ്റിൽ റോമൻ സഭയുടെ, ലത്തീൻ സഭയുടെ ലിസ്റ്റിലുള്ളൂ. അത് മദർ തെരേസയാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ട എവുപ്രാസ്യാമ്മയുണ്ട്, അൽഫോൻസാമ്മയുണ്ട്, ചാവറ പിതാവുണ്ട്. ഇവരുടെ എല്ലാം തിരുനാൾ ഓപ്ഷനുകളാണ്, വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം, നിർബന്ധമില്ല. എന്നാൽ ലത്തീൻ സഭയുടെ ആരാധനാക്രമ കലണ്ടറിൽ കന്യകളുടെ ദിവസമാണെങ്കിൽ, കൊച്ചുറേസ്യ പുണ്യയുടെ ദിവസമാണെങ്കിൽ വെള്ള നിറം വൈദികനിടുന്നു. സെബസ്ത്യാനോസിനാണ് ദിവസമാണെങ്കിൽ ചുവപ്പ് നിറമിടുന്നു. വിശുദ്ധ യൗസേപ്പ്, ഓരോ വിശുദ്ധർക്കും യോജിച്ച വസ്ത്രം, അതിന് പറ്റുന്ന പ്രാർത്ഥനകളും കുർബാനയുടെ ഭാഗമാണ്. മാറി മാറി ചൊല്ലിക്കൊള്ളണം, അത്രയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ രീതിയിലൊരു നിർബന്ധം ഗീവർഗീസ് പുണ്യവാനില്ല. കാരണം എല്ലാറ്റിലും ഉപരി അദ്ദേഹം ഒരു പൗരസ്ത്യനായ പുണ്യവാനാണ്, ഏഷ്യ മൈനറുകാരനായ ഒരു പുണ്യവാനാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ വണക്കപ്പെടുന്നത്. പക്ഷേ ഈ പുണ്യവാൻ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ആദരിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പുണ്യവാന്റെ മനോഹരമായ തിരുസ്വരൂപങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ വിദേശ രാജ്യങ്ങൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് അൽഫോൻസാമ്മയുടെ പ്രദക്ഷിണവും പെരുന്നാളുണ്ട്. ആ സ്ഥലങ്ങളിൽ അവരത് പ്രചരിപ്പിക്കുന്ന പോലെ വെസ്റ്റേൺ കൾച്ചറിൽ അവർ ഈ പുണ്യവാനെ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ സഭയിൽ ഒരു പക്ഷേ വസൂരിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു വില്ലനായിരുന്നു ഈ പാമ്പ്. വിഷദംശനം, കടിക്കുന്നവരൊക്കെ മരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഇന്നും നമ്മുടെ പത്രങ്ങളിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ദുരന്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കാലത്ത് മനുഷ്യർ അതിനോട് പാമ്പുകളോടൊപ്പം ജീവിച്ചൊരു കാലഘട്ടത്തിൽ
അതൊരു ദുരന്തം തന്നെയായിരുന്നു. അങ്ങനെ പുണ്യവാൻ ആ കാലഘട്ടത്തിൽ മനുഷ്യരെ ആശ്രയമായിട്ട് മാറി. അങ്ങനെ നമ്മുടെ കേരളത്തിൽ വലിയ ഭക്തി പുണ്യവാനോടുണ്ടായി. കേരളത്തിൽ തന്നെയല്ല, ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന ഒരു പുണ്യവാൻ എന്ന് പറയുകയാണെങ്കിൽ ഗീവർഗീസ് പുണ്യവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രാജ്യം തന്നെയുണ്ട്. അതാണ് ജോർജിയ എന്ന് പറയുന്ന രാജ്യം. ആ പുണ്യവാന്റെ പേരിലുള്ള ഒരു രാജ്യമാണ്. ബ്രിട്ടനില് ആ പുണ്യവാനാണ് ബ്രിട്ടന്റെ മധ്യസ്ഥൻ. നിരവധി രാജ്യങ്ങൾ വിശുദ്ധ ഗീവർഗീസിനെ അവരുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം കപ്പദോച്ചിയക്കാരനാണ്. ഇപ്പോഴത്തെ തുർക്കിയുടെ ഭാഗം, ആ ഭാഗത്ത് AD 303 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ ലിബിയക്കാരി ആയതുകൊണ്ട് പിതാവിൻ്റെ മരണശേഷം, നല്ല ക്രൈസ്തവ കുടുംബമായിരുന്നു അത്, പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം ഈ ലിബിയയിലേക്ക് വരികയും ആ സ്ഥലത്ത് റോമൻ ആധിപത്യമുള്ളതുകൊണ്ട് റോമൻ പട്ടാളത്തിൽ ചേരുകയും ചെയ്തു. റോമൻ പട്ടാളത്തിൽ ചേർന്ന ഗീവർഗീസ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഒരു ക്രൈസ്തവനായിട്ട് അറിയപ്പെട്ടു. അന്ന് രാജാവിനെ ദൈവമായിട്ട് ആരാധിക്കേണ്ട കാലമാണ്. നീറോ ആയാലും കോൺസ്റ്റന്റൈൻ ആയാലും നമ്മളീ പറഞ്ഞ സീസർ ആയാലും ഈ ഡയോക്ലീഷ്യൻ ആയാലും എല്ലാവരും സ്വയം ദൈവമായിട്ടുള്ള അവതാരങ്ങളായിരുന്നു. അവരുടെ രൂപം വയ്ക്കുക, അവരുടെ ക്ഷേത്രങ്ങളെ അവരെ ആരാധിക്കുക, അവർക്ക് ധൂപമർപ്പിക്കുക, ഇതായിരുന്നു ആരാധന. മതവും രാഷ്ട്രവും ഒന്നുപോലെ പോകുന്ന കാലം. അന്ന് രാജവിളംബരത്തെ, ആരാധിക്കാനുള്ള രാജവിളംബരത്തെ അദ്ദേഹം പരസ്യമായിട്ട് എതിർത്തു. ക്രൈസ്തവ വിശ്വാസം പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇന്നും നമ്മൾ ഈ ഹോളി ലാൻഡ് പോകുമ്പോൾ നമുക്ക് കാണാം. ഈ പറഞ്ഞ സ്ഥലത്ത്, ലിഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഗീവർഗീസിൻ്റെ മൃത കുടീരമുണ്ട്, ശവകുടീരമുണ്ട്. അവിടെ അതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെയേറെ പീഡനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടി കൊല്ലുകയും ചെയ്തു, ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട്. അതാണ് വിശുദ്ധ ഗീവർഗീസ്. വിശുദ്ധ ഗീവർഗീസ് ചരിത്ര പുരുഷനാണ് എന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ സഭ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും ആശ്രയിക്കുന്ന ചരിത്രകാരനാണ് യൗസേബിയൂസ്. അദ്ദേഹം 4-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരൻ. അത്രയും പഴക്കമുള്ള മനുഷ്യനാണ്. അദ്ദേഹം വിശുദ്ധ ഗീവർഗീസിനെ പറ്റി കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഐതിഹ്യപ്രധാനമായി വേതാളത്തെ, ഈ പാമ്പിനെ കൊല്ലുന്ന ഒരു രംഗം, അത് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. കത്തോലിക്ക സഭയിൽ പാപവുമായി തിന്മയുടെ ശക്തിയുമായി യുദ്ധം ചെയ്യുന്ന പുണ്യവാന്മാരെ ഡ്രാഗനെ കൊല്ലുന്നവരായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അതിലൊരാളാണ് വിശുദ്ധ മർത്ത. ലാസറിന്റെ സഹോദരി മർത്തയുടെ രൂപം ഈ ഡ്രാഗനെ പിടിച്ച് കുന്തം കൊണ്ട് കുത്തി നിൽക്കുന്ന രീതിയിലാണ്. ഒരു മാർപ്പാപ്പയുണ്ട്, സിൽവെസ്റ്റർ മാർപ്പാപ്പ. അദ്ദേഹത്തെ 4-ാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പയാണ്. അദ്ദേഹം വിശുദ്ധനാണ്. അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്ന ഈ ഡ്രാഗനെ കാലിൻ്റെ കീഴിൽ, കാലിൻ്റെ താഴെ വെച്ചിരിക്കുന്നതായിട്ടാണ്. വിശുദ്ധ മർഗരീത്ത, അന്ത്യോക്യയിലെ വിശുദ്ധ മർഗരീത്ത എന്ന് പറയുന്ന പുണ്യവതിയും ഇതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഡ്രാഗനെ അടി കാണിച്ചിട്ടുണ്ട്. ഈ ഡ്രാഗൻ എന്ന് പറയുന്നത് ആദിമാതാപിതാക്കളെ വീഴ്ത്താൻ വന്ന ആ പാമ്പാണ്, പിശാചിന്റെ അതുകൊണ്ടാണ് ആ പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മളേക്ക് മാധ്യസ്ഥം നൽകുന്ന, നമ്മെ സംരക്ഷിക്കുന്ന പുണ്യവാനാണ് ഗീവർഗീസ് എന്ന ചിത്രീകരണമാണിത്. അദ്ദേഹം ലിബിയയില് ഒരു വലിയ സർപ്പം, മനുഷ്യരെ മൃഗങ്ങളെ തിന്നുന്ന സർപ്പം, ആ രാജാവ് മൃഗങ്ങളെയെല്ലാം സർപ്പത്തിന് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അവസാനം മൃഗങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മനുഷ്യരിട്ട് കൊടുക്കാൻ തുടങ്ങി. അവസാനം രാജകുമാരിക്ക് നറുക്ക് വീണു എന്നും ആ രാജകുമാരിയെയും രാജാവിനെയും ആ കുടുംബത്തെ വിശുദ്ധ ഗീവർഗീസ് ഈ സർപ്പത്തെ കൊന്നുകൊണ്ട് രക്ഷിച്ചു എന്ന ഒരു ചരിത്രമുണ്ടോ, ഐതിഹ്യമാണോ എന്താണെന്നറിയില്ല. ആ ഒരു കഥയിൽ നിന്നാണ്
ഈ രീതിയിലൊരു ചിത്രീകരണം വന്നിട്ടുള്ളത്. എന്തായാലും വിശുദ്ധ ഗീവർഗീസിനാണ് തിന്മയുമായിട്ട് പിശാചുമായിട്ട് നാം നടത്തുന്ന യുദ്ധത്തിൽ നമുക്ക് സഹായിയാണ്. സർപ്പം എപ്പോഴും പാപത്തിൻ്റെ പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമാണ്. അതെല്ലാ കാലത്തും പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം നോക്കിയാൽ അമലോത്ഭവ മാതാവിൻ്റെ രൂപത്തിൻ്റെ കീഴിൽ ഒരു സർപ്പം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സർപ്പത്തിൻ്റെ തലയിൽ കാലുവെച്ച് ചവിട്ടിയിട്ടാണ് മാതാവിനെ പോലും ചിത്രീകരിക്കുന്നത്. അപ്പം അതുപോലെ ഈ ഡ്രാഗൺ, ഈ സർപ്പം തിന്മയുടെ പ്രതീകമാണ്. തിന്മയുടെ മേലുള്ള നന്മയുടെ വിശുദ്ധിയുടെ ആധിപത്യത്തെയാണ് ഈ തിരുസ്വരൂപം കാണിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസിനാണ് ലോകം മുഴുവൻ വണങ്ങപ്പെടുന്ന വിശുദ്ധനാണ്. പല വിശുദ്ധരെയും അവരുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓപ്ഷണൽ ആയിട്ട് വെച്ച് വേണമെങ്കിൽ ഓർക്കാം, നിർബന്ധമില്ല എന്ന് കത്തോലിക്ക സഭ പറഞ്ഞു. അങ്ങനെ ഒരു പുണ്യവതിയാണ് ഫിലോമിന, യാത്രക്കാരൻ മധ്യസ്ഥനായ ക്രിസ്റ്റഫർ. അങ്ങനെ പ്രസിദ്ധരായ പല പുണ്യവന്മാരും ആഗോള സഭയിൽ നിർബന്ധമായിട്ട് ഓർക്കണം എന്ന ആ നിബന്ധന ഇല്ലാത്തവരാണ്. പക്ഷേ അവരെ നമ്മളെല്ലാവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു. അതിലൊരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. നമ്മുടെ നാട്ടിൽ പുണ്യവാനോടുള്ള ഭക്തി വളരെ വലുതാണ്. നമ്മുടെ എല്ലാ ബഹുഭൂരിപക്ഷം പള്ളികളിലും ഗീവർഗീസിന് വേണ്ട പെരുന്നാളുകൾ ഈ ദിവസം നടക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ ആ പുണ്യവാനെ അത്ര നല്ലൊരു നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരനായിട്ട് കണക്കാക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. നമ്മുടെ പൂർവികരെല്ലാം, നമ്മുടെ മാതാപിതാക്കൾ ആ പുണ്യവാനിൽ ആശ്രയിച്ച് വിശ്വാസം സംരക്ഷിച്ചു. നമ്മളും ആ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ പൂർവികരോടൊപ്പം ഇന്ന് ചേരുകയാണ്. ആ പുണ്യവാനോട് നമ്മളും ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുകയാണ്. പണ്ടത്തെ പ്രശ്നങ്ങൾ ഇന്നില്ലെങ്കിലും ഇന്നിൻ്റേതായ തിന്മയുടെ പ്രശ്നങ്ങൾ നാം നേരിടുകയാണ്. ആ യുദ്ധത്തിൽ വിശുദ്ധ ഗീവർഗീസെ, കുരിശ് യുദ്ധത്തിൽ പടയാളികൾക്ക് ശക്തി കൊടുക്കാൻ ഗീവർഗീസിനാണ് വന്നിരുന്നു എന്ന വലിയൊരു പാരമ്പര്യമുണ്ട് കുരിശ് യുദ്ധകാലത്ത്. അതുപോലെ നാം തിന്മയുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് വരണമേ എന്ന് നമുക്ക് വിശുദ്ധ ഗീവർഗീസിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാമ്പിൻ്റെയും വിഷജീവികളുടെയും ഒക്കെ ദംശനങ്ങൾ ഇന്നും നടക്കുന്ന കാലത്ത് ആ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകലരെയും രക്ഷിക്കണമേ എന്ന് ഈ വിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ സ്തുതിക്കായിട്ട് ഈ കുർബാന നമുക്ക് തുടരാം.